Question നോക്കുക. A planet moving around the sun sweeps area A1 in 2 days, A2 in 3 days, and A3 in 6 days. Then the relation between A1, A2 and A3 is എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത്. ആ പ്ലാനറ്റ് ഇങ്ങനെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇതാണ് എൻ്റെ A1 എന്ന് പറയുന്ന ഏരിയ. A1 ഏരിയ കവർ ചെയ്യാൻ വേണ്ട ടൈം ഇൻ്റർവൽ T1 ആണ്. ഇത് A2 എന്ന് പറയുന്ന ടൈം ഇൻ്റർവലാണ്, കവർ ചെയ്യാൻ വേണ്ട സമയം T2. A3 എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ കവർ ചെയ്യാനായിട്ട് വേണ്ട ടൈം ഇൻ്റർവൽ T3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയും അതുപോലെ തന്നെ ടൈമും തമ്മിലുള്ള റിലേഷനാണ് കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ A1 ബൈ ഡെൽറ്റ T1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T3 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഡെൽറ്റ A1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്കതിനെ ഡെൽറ്റ A1 കവർ ചെയ്യാൻ വേണ്ട സമയം 2 ദിവസമാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൽറ്റ A2 എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്യാൻ വേണ്ട ദിവസം 3 ആണെന്നും, അതുപോലെ തന്നെ ഡെൽറ്റ A3 എന്ന് പറയുന്ന സമയം കവർ ചെയ്യാൻ വേണ്ട ദിവസം 6 ആണ് എന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ കണ്ടീഷനെ നമ്മൾ 6 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? 6 ഇൻറ്റു ഡെൽറ്റ A1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഡെൽറ്റ A2 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A3 6 ഡിവൈഡഡ് ബൈ 6 ആക്കി മാറ്റുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 3 ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ A2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ A3 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. 3A1 ഈസ് ഇതല്ല, ഓപ്ഷൻ എ 3A1 ഈക്വൽ ടു 2A2 ഈക്വൽ ടു A3. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.